എന്റെ അടുത്ത് ചോദിക്കുമായിരിക്കും ആസിക്കയുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, റോഷന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ആസിക്കയുടെ അടുത്ത് ചോദിക്കില്ല. ഇതിപ്പോ ഞാനും മമ്മൂക്കയും കൂടെ ഒരു പടം ചെയ്ത സമയത്ത് ഒരിക്കലും മമ്മൂക്കയുടെ അടുത്ത് ആരും വീട്ടിൽ ചോദിക്കില്ല എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് കോ ആർട്ടിസ്റ്റ് ആയിട്ട് കണ്ട് റെസ്പെക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പൊ അതിന് നമ്മൾ ആ റെസ്പെക്ട് എല്ലാവർക്കും എല്ലാവരോടും ഉണ്ടാവും. അതിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ ആരും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ അവരുടെ കൂടെ വർക്ക് ചെയ്തതിൽ വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഇന്റർവ്യൂവിൽ ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളൊരു ചോദ്യം. അത് ഇല്ല, അങ്ങനെ ആരും ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ പോലും ആരും പറയില്ല. ഞാൻ പറഞ്ഞ ജനറൽ ക്ലീഷേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതിനകത്തുള്ളൊരു ഇത് ചോദിച്ചതാണ്. ദിവസത്തിൽ നമ്മൾ 15 ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ 15 നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേ ആൻസർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ ചോദിക്കില്ല കേട്ടോ. അത് ഇല്ല, ചോദിച്ചാലും കുഴപ്പമില്ല, അതിന് ഉത്തരം പറയാം. അതിപ്പോ ഞങ്ങൾ ഉത്തരവാദിത്തമാണ് അത് പറയാന്നുള്ളത്. പൊതുവെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമില് റീലുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും പറയപ്പെടുന്ന കാര്യമാണ് കാവ്യമാധവനെ അനന്തപത്രത്തിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു എന്ന് പറയുന്ന പോലെ നിഖില വിമലിനെ അരവിന്ദൻ അതിഥികളിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. നിഖില ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഭംഗിയുള്ള ക്യാരക്ടർ അതായിരുന്നു എന്ന് നമുക്കെന്നെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും ഭംഗി ആ ക്യാരക്ടറിന് ആ സിനിമയ്ക്ക് ആയിരുന്നു എന്ന് കാണാൻ ഭംഗി എനിക്ക് തോന്നുന്നു. കാരണം അതിലിങ്ങനെ കുറെ യൂഷ്വലി സിനിമയില് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നായകന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എഫക്ട് ലൈറ്റ്സുകളൊക്കെ ഉണ്ടാവും. സ്പെഷ്യൽ ലൈറ്റ്സ്, അതായത് ഭയങ്കര ഗ്ലോ ആയിട്ട് കാണിക്കുക, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കാണിക്കുക. അത് എല്ലാ സ്ഥലത്തും നായികമാർക്ക് കിട്ടുന്ന ഒരു എനിക്ക് അത് പ്രിവിലേജ് ആണ്. എനിക്ക് പൊതുവെ ആ പ്രിവിലേജ് വളരെ കുറവ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അരവിന്ദനിൽ ബ്യൂട്ടി ഷോട്ട് ഉണ്ടായത് പറയണ ഒരു വിളക്കെത്തിക്കുന്ന അതാണ് എല്ലാവരും പറയണ ഒരു ഫോട്ടോ പരിപാടി ഉള്ളത്. പിന്നെ എനിക്കൊരു ബ്യൂട്ടി ഷോട്ട്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് യമണ്ടൻ പ്രേമകഥയിലുള്ള സോങ്ങിന് വേണ്ടിയിട്ടുള്ളത്. പൊതുവെ നമ്മൾ മേക്കപ്പിനോടൊക്കെ ഭയങ്കര വിരോധിയാണോ? അധികം മേക്കപ്പ് ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല സിനിമയിലാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും. മേക്കപ്പ് ഇടാറുണ്ട്, പ്രൊമോഷൻസിനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട്. അത് ഭയങ്കര മാൻഡേറ്ററി ആണെന്നുള്ളത് ഞാൻ അധിക ദിവസങ്ങളിലും എനിക്ക് എപ്പോഴും ഈ മൊത്തത്തിൽ എനിക്കൊരു ക്ഷീണമുണ്ട്. മടിയുടെ ഒരു ക്ഷീണം വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചെന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനറലി മേക്കപ്പ് ഇടാറില്ല. ജോ ആൻഡ് ജോയിലും മേക്കപ്പ് ഇട്ടിട്ടില്ലല്ലോ? ഇല്ല, സിനിമയില് ഇപ്പൊ കൊത്തിലും മേക്കപ്പ് ഇട്ടിട്ടില്ല. മേക്കപ്പ് ഇടാതെ തന്നെ ജോ ആൻഡ് ജോയിലും കൊത്തിലൊക്കെ ഭയങ്കര ഭംഗിയുണ്ടല്ലോ. അതെനിക്കറിയില്ല. എനിക്ക് മേക്കപ്പ് ഇടാണ്ട് അഭിനയിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആളൊന്നും അല്ല. ക്യാരക്ടറിന് അത്രയും മേക്കപ്പ് ആവശ്യം ഉണ്ടാവില്ല. ഇതിന് ഈ സിനിമയിൽ 2-3 സീനുകളുണ്ട് മേക്കപ്പ് ആവശ്യമുള്ളത്. അതിന്റെ സമയത്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മേക്കപ്പ് എനിക്ക് ആരെങ്കിലും മേക്കപ്പ് ഇടണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സിനിമയില്. കാരണം എനിക്ക് അതിന് വേണ്ടിട്ട് നമ്മൾ ഇരിക്കില്ലേ കുറച്ച് സമയം, ഒരു അരമണിക്കൂർ. ഇപ്പം നമ്മളൊരു രാവിലെ 6:30 വരണം മേക്കപ്പ് ഇടണമെങ്കിൽ. 6:30 വന്ന് മേക്കപ്പും ഹെയർ ഒക്കെ ചെയ്ത് വരണമെങ്കിൽ അപ്പം ഇത് മേക്കപ്പ് ഹെയർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:30 വന്നാൽ മതി. ആ ഒരു ഇതിന് വേണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ് ആൾക്കാർ മേക്കപ്പ് ഇടണ്ടെന്ന് പറഞ്ഞു.